ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബയോളജി ക്ലാസിഫിക്കേഷനിൽ MTGയിൽ ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ദ ലിവിങ് വേൾഡിലെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഇതിൽ ഇൻട്രൊഡക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രൊപ്പോസ്ഡ് ബൈ ലിനേയസ് വാസ് എ ഡാഷ് കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നിങ്ങൾ ഓപ്ഷൻസ് വായിച്ച് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് ശേഷം ഞാൻ ആൻസർ പറയുന്നതാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരെ ഓപ്ഷൻ എ ആണ് 2. നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റഡി ദ ലിവിങ് ടേബിൾ കെയർഫുള്ളി ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ 1, 2, 3 ആൻഡ് 4. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള രണ്ടാമത്തെ പേജിൽ തന്നെ ഉള്ള ടേബിളാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരാം ഓപ്ഷൻ ബി ആണ്. അതായത് പ്രൊകാരിയോട്ടിക് പ്രസൻറ്റ്, പിന്നെ പ്രസൻറ്റ് മൾട്ടി സെല്ലുലാർ എന്നുള്ള ഓപ്ഷനായിട്ട് വരാം. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിറ്റാഗേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ യൂക്കാരിയോട്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ്. മൂന്നാമത്തെ ആൻസറായിട്ട് വരാം ഓപ്ഷൻ സി ആണ് 4 കിങ്ഡംസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ് സെർവ്ഡ് ആസ് ദ ക്രൈറ്റീരിയ ഫോർ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആസ് യൂസ്ഡ് ബൈ R.H. വിറ്റാഗർ. ഇതിൻ്റെ ആൻസറായിട്ട് വരാം ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദീസ്. നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ് കിങ്ഡം മോണിയർ എന്നുള്ള ടോപ്പിക്കിലെയാണ് ക്വസ്റ്റ്യൻ നോക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ബാക്ടീരിയ ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ 4 കാറ്റഗറീസ് അക്കോർഡിംഗ് ടു ദയർ ഷേപ്പ്. സ്റ്റഡി ദ ഗിവൺ ഫിഗേഴ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ദീസ്. നിങ്ങൾ പിക്ചേഴ്സ് നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഇതും ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അഞ്ചാമത്തേൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരാം ഓപ്ഷൻ സി ആണ്. ആറാമത്തെ ക്വസ്റ്റ്യന് കറക്റ്റായിട്ടുള്ള ആൻസർ കണ്ടെത്താനാണ്. റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് മെത്തനോജൻസ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. നിങ്ങൾ ഓപ്ഷൻസ് വായിക്കുന്നിട്ട് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ഓപ്ഷനും കൂടി വായിച്ചു തന്നാൽ വീഡിയോ വളരെ ലോങ് ആയിട്ട് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ വായിച്ചു തരാത്തത്. അപ്പോൾ ആറാമത്തെ കറക്റ്റ് ആൻസറായിട്ട് വരാം ഓപ്ഷൻ ബി ആണ്. അതായത് 1, 2 ആൻഡ് 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിൽ ഓപ്ഷൻ 3 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ദേ ലിവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. മെത്തനോജൻസ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് അതിന് കറക്റ്റായിട്ട് വരാം. ദേ ആർ ഫൗണ്ട് ഇൻ വേരിയസ് എൻവയോൺമെൻറ്റിലൊക്കെ മെത്തനോജൻസിന് കാണപ്പെടും. അതിൽ റൂമിനൻ്റ് ആനിമൽസിലൊക്കെയാണ് നമുക്ക് മെത്തനോജൻസിനെ കാണാൻ പറ്റുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ഓപ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് യൂബാക്ടീരിയ പോസസ് റിജിഡ് സെൽ വാൾ. സ്റ്റേറ്റ്മെൻറ്റ് 2 ദ സെൽ വാൾ സ്ട്രക്ചർ ഓഫ് ആർക്കിബാക്ടീരിയ ആൻഡ് യൂബാക്ടീരിയ സെയിം. ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരാം ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആയിട്ടുള്ളതും സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദ സെൽ വാൾ സ്ട്രക്ചർ ഓഫ് ആർക്കിബാക്ടീരിയ ആൻഡ് യൂബാക്ടീരിയ സെയിം എന്നാണ്. പക്ഷേ ആർക്കിബാക്ടീരിയൻ്റെയും യൂബാക്ടീരിയയുടെയും സെൽ വാൾ സ്ട്രക്ചർ ഒരിക്കലും സെയിം ആവില്ല. ഇതാണ് തെറ്റാനുള്ള കാരണം. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സയനോബാക്ടീരിയ ആർ ക്ലാസിഫൈഡ് അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്ഡംസ് എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് വരുന്നത് മോണിയറയാണ്. മോണിയറ എന്ന് പറയുന്നത് ബാക്ടീരിയ ഇൻക്ലൂഡ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ആണ്. അതായത് സയനോബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ്. നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ് ഓഫ് സയനോബാക്ടീരിയ ഈസ് സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ്. ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരാം ക്ലോറോഫിൽ എ ആണ്. നെക്സ്റ്റ് പത്താമത്തെ ക്വസ്റ്റ്യൻ. സയനോബാക്ടീരിയ ആർ യൂസ്ഡ് ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ഫോർ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് ബിക്കോസ് ദേ കോസ്
10ൻ്റെ ആൻസറായിട്ട് വരാം ഓപ്ഷൻ എ ആണ് നൈട്രജൻ ഫിക്സേഷൻ. നമ്മൾ നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ടാണ് സയനോബാക്ടീരിയനെ അഗ്രികൾച്ചറൽ ഫീൽഡിലൊക്കെ യൂസ് ചെയ്യുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ 5 kingdom classification system, the kingdom that includes the blue-green algae, nitrogen fixing bacteria and methanogenic archaebacteria is. 11ൻ്റെ ആൻസറായിട്ട് ഒരു ഓപ്ഷൻ ഡി ആണ് മൊണീറ. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യന്. ഇൻ അനബീന ആൻഡ് നോസ്റ്റോക്ക് ഡാഷ് ആർ ദ സൈറ്റ് ഫോർ നൈട്രജൻ ഫിക്സേഷൻ. 12ൻ്റെ ആൻസറായിട്ട് ഒരു ഓപ്ഷൻ ഡി ആണ് ഹെറ്ററോസൈറ്റ്സ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഹെറ്ററോസൈറ്റ്സ്. ഓപ്ഷൻസ് വായിച്ചിട്ട് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് ഒരു ഓപ്ഷൻ സി ആണ്. ദീസ് സെൽസ് ഫോംസ് ആൽഗൽ ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ഫിഗർ ഈസ് ഓഫ് ഫിലമെൻറ്റസ് ബ്ലൂ ഗ്രീൻ ആൽഗെ നോസ്റ്റോക്ക്. ഐഡൻറ്റിഫൈ ദ പാർട്സ് മാർക്കഡ് ആസ് എ ആൻഡ് ബി ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ടെക്സ്റ്റിൽ കൊടുത്ത ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓപ്ഷൻസ് വായിച്ച് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാം. 14ൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരെ ഓപ്ഷൻ എ ആണ്. എ എന്ന് പറയുന്നത് ഹെറ്ററോസിസ്റ്റും ബി എന്ന് പറയുന്നത് മ്യൂസിലേജ് ഷീത്ത്. ഇതിൽ ഹെറ്ററോസിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്ന ആൽഗയിൽ ഹെൽപ്പ് ചെയ്യുന്നത് നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ടാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ബാക്ടീരിയ ഓക്സിഡൈസ് വേരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് സച്ച് ആസ് നൈട്രേറ്റ്സ് ആൻഡ് അമോണിയ ആൻഡ് യൂസ് ദ റിലീസ്ഡ് എനർജി ഫോർ ATP പ്രൊഡക്ഷൻ. ദേ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ റീസൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ കണ്ടെത്താം കേട്ടോ. 15ൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരും ഓപ്ഷൻ ബി ആണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ആർ ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ് ദാറ്റ് കോസ് ഡീക്കേ ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് ഡെഡ് ബോഡീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. 16ൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരാം ഓപ്ഷൻ എ ആണ് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ എന്നുള്ളതാണ് ആൻസർ.